ഒരു കന്നഡ വെച്ചിട്ട് ഒരാളായിരുന്നു. പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ തൃശ്ശൂർ പോവാണ്. ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഭയങ്കര ഹറാസ്മെന്റ് ആയിരുന്നു. താനൊരു സിവിലിയനെതിരെ അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു, ദുസ്സൂചനയോടെ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ തുടങ്ങുന്ന ഒരു ടൈം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇന്ന ആൾ സംസാരിക്കുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അൺഎക്സ്പെക്റ്റഡായി കാത്തു നിന്ന് എൻ്റെ മുമ്പിൽ കിട്ടിയ ചേട്ടനാണ് രാഹുൽ ഈശ്വർ. ഞാൻ പൊതുവേ ഈ രാഹുൽ ഈശ്വറിൻ്റെ സംസാരം, ഐഡിയോളജിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. എന്ന് കരുതി നിങ്ങൾ ആരും കരുതണ്ട ഞാൻ ഈ മെന്നിന് എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ കരുതേ ചെയ്യണ്ട. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയലുണ്ട്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത്, പ്രണയബന്ധത്തിലാവുന്നു, അതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും അവരുടെ ഇഷ്ടത്തോടു കൂടി, കൺസെൻറ്റോടു കൂടി അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷുവൽ മാറ്ററിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ പേരിൽ തെറ്റോ പിണക്കോ വരുമ്പോഴേക്ക് സ്ത്രീകൾ നേരെ കയറി ഇതിനെ വേറെ രീതിയിലോട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ തരത്തിലുള്ള കേസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് പുരുഷൻ്റെ കൂടെ നിന്നിട്ട് തന്നെയാണ് സംസാരിക്കല്. കാരണം ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യം പിന്നെ അത് കയറി ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. താഴെ നല്ല പൊങ്കാല വിളി എനിക്ക് കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മെൻ കമ്മീഷൻ അല്ലെ മെന്നിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട്, മെന്നിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് രാഹുൽ ഈശ്വറിന് അഗെയിൻസ്റ്റ് ആണ് എന്നൊന്നും ആരും കരുതണ്ട. പക്ഷേ ഈ പെർട്ടിക്കുലർ പുള്ളിക്കാരൻ പല വിഷയങ്ങളിലും പറയുന്ന സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി എടുക്കുന്ന ചില പോയിൻറ്റ്സുകൾ കേൾക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എനിക്ക് ലിറ്ററലി ചിരി വരും. ആൻഡ് സെക്കൻഡ് തിങ്, ഞാൻ അല്ലെങ്കിൽ എന്തു ആടി. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു കേസ് തന്നെ, പുള്ളി ചെയ്യാത്ത തെറ്റിന് ആർക്കോ വേണ്ടി പോയി കടന്നിറങ്ങി വന്നിട്ടുള്ളൊരു സെറ്റപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു കോണ്ടന്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി കണ്ട സമയത്താണ് എനിക്ക് ഈ ഒരു ടോപ്പിക് ഇറങ്ങാറുണ്ട്. കാരണം എനിക്കിങ്ങനെയും സിനിമ ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായം ഓൾറെഡി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ അതുകൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്ത് പിന്നെ ടോപ്പിക്കുകൾ വന്ന സമയത്ത് ഞാൻ അതിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ചെയ്യാമിയ. അങ്ങനെ ഞാൻ ചെയ്തൊരു ടോപ്പിക്കാണിത്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് രാഹുലേട്ടൻ്റെ കാര്യം, രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിനി ടോമിൻ്റെ മകൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചു എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന്. ആ പ്രശ്നത്തെക്കുറിച്ച് പറയുന്ന ആ വീഡിയോ എടുത്തിട്ടുള്ള ആളുടെ ഒരു വീഡിയോയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അത് രണ്ടുമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് രാഹുൽ ഈശ്വർ ചേട്ടനിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം ടിനി ടോമിൻ്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കോൺട്രവേഴ്സി. ഈവൻ ഞാനും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടതാണ്. അപ്പം ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഫസ്റ്റ് തിങ് എനിക്ക് തോന്നിയത്, എന്താണ് ഈ കുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഫ്രാങ്ക്ലി പറയാലോ, ഞാൻ വലിയ സെലിബ്രിറ്റി ഫെയിമിലുള്ള ആളൊന്നുമല്ല, എന്നെ അധികം ആൾക്കാർക്ക് അറിയൊന്നുമില്ല. കാരണം റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്. എന്നാലും 1000 പേരിൽ ഒരാൾക്കെങ്കിലും മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈവൻ എൻ്റെ കൊളീക്കായി നിൽക്കുന്ന കുട്ടീനോട് ചോദിച്ചറിയാം. ചിലപ്പോഴൊക്കെ എനിക്ക് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി, അവരുടെ അമ്മ എന്നെ കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് ആ നടിയുടെ വിഷയം, അതിജീവിതയുടെയും ദിലീപിൻ്റെ വിഷയത്തിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയും കൊല്ലത്തിലൊരിക്കലൊക്കെ ഒരാൾ നമ്മളെ പരിചയപ്പെടും. അപ്പോൾ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവും, അയ്യോ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ. കാരണം നമ്മളിങ്ങനെ വളവള കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇതിനി ആരും ട്രോളാനൊന്നും വരില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ടിനി ടോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആക്ടറാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ടിനി ടോം എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി സോഷ്യൽ മീഡിയയിലുള്ള മനുഷ്യനാണ്. അപ്പോൾ ടിനി ടോമിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ഈ പേക്കൂത്ത് എങ്ങനെ ഈ ചെക്കൻ കാണിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഓഫ് കോഴ്സ് ഇത് ഡിസ്കഷൻ ആവുന്നത് ഇവൻ്റെ പേരിലല്ല, ടിനി ടോമിൻ്റെ മകൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വേണ്ട. അപ്പം ഈ ആക്ടർമാരുടെ മക്കളായി നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്മാരോടോ അല്ലെ കുടുംബക്കാരോടോ അച്ഛനോടോ അമ്മേനോടോ ആക്ടറോടോ ആക്ട്രസിനോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന്. പകരം നിങ്ങൾ അച്ഛൻ്റെ ആ ഒരു പ്രൗഢിയെ എടുത്തുകൊണ്ട് അഹങ്കാരവും അഹന്തയും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അച്ഛൻ്റെ പേരാണ് അവിടെ നാണം കെടുക, അച്ഛൻ്റെ പേരിലാണ് ഡിസ്കഷൻ വരിക. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു അൻസിബയുടെ കോൺട്രവേഴ്സി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളൊരു വിഷയം ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിനി ടോം
ടോമിൻ്റെ മോൻ്റെ വിഷയമാണ്. അത് എന്തിനാണ് ഈ ഒരു കോൺടെസ്റ്റിൽ സംസാരിക്കേണ്ട ആവശ്യം എന്ന് പോലും അറിയില്ല. പക്ഷെ എന്നിട്ടും ആ ഒരു സാധനം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇയാൾക്കും ഇയാളുടെ ഫാമിലിക്കും ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം. അങ്ങനെ രണ്ട് വിഷയമാണ്. അതിൽ കൂടെ ടിനി ടോമിലോട്ട് എത്തുക. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി വന്ന് വീഡിയോ ഇട്ടു, ആ വീഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് ഓഫ്കോഴ്സ് ടിനി ടോമിലെടുത്താണ് നെഗറ്റീവ് ഫീൽ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിങ്ങനെ അച്ഛനും ഓരോ സെലിബ്രിറ്റി ഫെയിമിലുള്ള വ്യക്തികളാവുമ്പോൾ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം. ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ പാർട്ടി, പബ്ബ്, എൻജോയ്മെൻറ്റ് എല്ലാ പരിപാടികളും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെതായ സ്പേസ് ഉണ്ട്, അവിടെ ചെയ്യുക. അല്ലാണ്ട് ഈ വന്ന് ചെയ്ത് പറയിപ്പിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫാമിലിനെയാണ് എന്ന് റിയലൈസേഷൻ ഉണ്ടാവണം എന്ന് പറയാനുള്ളൂ. ഇനി നമുക്ക് ഈ വീഡിയോ കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെൻറ്റ് കയ്യേറിയേക്കണാണ്. നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്ലാറ്റിലുള്ള കുറച്ച് ഭാഗങ്ങൾ ടിനി ടോം എന്ന് പറയുന്ന ഒരു നടനെ ഹോൾഡ് ചെയ്ത് വെച്ചേണെന്ന് പുഴയുടെ തീരം മടച്ചു കെട്ടി കയ്യേറിയേക്കണാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് റീസർവേ എടുത്തു കഴിഞ്ഞാൽ ടിനി ടോം അടക്കമുള്ളവരുടെ വീടിൻ്റെ മുറ്റം, ആ ലോൺ, പിന്നെ അവിടെ ഒരു കെട്ടിടമുണ്ട്, അതിന് ക്ലബ് ഹൗസ് എന്നാണ്, അവിടെയാണ് ഇവരുടെ പരിപാടികളെല്ലാം. അതെല്ലാം പോവും. ഇവനെ പോലുള്ളവരെ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ഥലം പോയി കഴിഞ്ഞാൽ ആ ഏരിയയുടെ, ആ കോളനിയുടെ ഭംഗി പോയി. ഭീമമായ തുകകളാണ് മെയിൻ്റനൻസ് ചാർജ് എന്നും പറഞ്ഞ് ഓരോ ടെനൻസിൻ്റെ ഇതും വാങ്ങുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഓണറെ വിളിച്ചിട്ട്, എൻ്റെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഓണറെ വിളിച്ചിട്ട് അവർക്ക് അവിടെ കൊടുക്കരുത്, ഇരട്ടി വിലയ്ക്ക് ഞങ്ങൾ തരാം. ഇവൻ്റെ സ്ക്രൂയിങ്, ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലായിരുന്നു, ഞാനോ ഭയങ്കര പ്രശ്നങ്ങളാണിത്, ഭയങ്കര മമ്മൂക്കയുടെ മറ്റം. എൻ്റെ പൊന്നളിയാ, മമ്മൂക്ക പോലീസ് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇവനില്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ്. ഈ ലാസ്റ്റ് ഭാഗം എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ. കാരണം പുള്ളിയും അത്യാവശ്യം നല്ല ആക്ടിങ് കഴിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടിനി ടോമിൻ്റെ സൗണ്ട് നല്ല അടിപൊളിയായിട്ട് പുള്ളി ആക്ട് ചെയ്തു. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലാണ്, ഈവൻ ഇല്ലെങ്കിൽ അമ്മയില്ല എന്നുള്ളൊരു സാധനം. അത് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി നാട്ടുകാർക്ക് വരെ മനസ്സിലായെങ്കിൽ ഇവൻ്റെ പവർ അമ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ, ടിനി ടോമിൻ്റെ പവർ അമ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ എന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആൻഡ് മമ്മൂട്ടീൻ്റെ ആളാണ്, മോഹൻലാലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ആരുടെ ആളാണെങ്കിലും നിയമം ഇസ് നിയമം. പക്ഷേ ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഇതിലോട്ട് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഈ പോലീസുകാരെ പിടിച്ചതിൻ്റെ, അല്ല പോലീസുകാർ ടിനി ടോമിനെ ഫേവർ ചെയ്തുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി അതിന് അഗെയിൻസ്റ്റ് നിങ്ങൾ നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാനിങ്ങനെ ഒരു കേസ് വന്നു, കേസിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ പോയ സമയത്ത് എനിക്ക് ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ ചേട്ടൻ ചെയ്ത ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് എത്ര പേര് വീഡിയോ ഇട്ടോ അത്രയും ആൾക്കാരുടെ ഇടയിലോട്ട് ആ ന്യൂസ് സ്പ്രെഡ് ആവുകയാണ്. ആ രീതിയിലാണ് ആ ഏരിയയിലത്തെ പോലീസുകാർ ആക്ട് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കുകയാണ്. പോലീസുകാരാണെങ്കിലും നിയമ സംവിധാനമാണെങ്കിലും ജഡ്ജി ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വക്കീലിനെ പറയാൻ പറ്റില്ല. കാരണം അവരുടെ ക്ലൈൻ്റ് ആരോ അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യാൻ പറ്റൂ. നിയമം എല്ലാവർക്കും ഈക്വലാണ്. ഒരാൾ സെലിബ്രിറ്റി ഫെയിമില്ല എന്ന് പറഞ്ഞാലും രണ്ടാളുടെ ശരീരത്തിൽ കൂടിയും ഓടുന്നത് ചോരയാണ്. 2 മനുഷ്യന്മാരാണ്. അവരെ തുല്യതയിൽ കാണാൻ ശ്രമിക്കുക. സെലിബ്രിറ്റി ഫെയിമിൻ്റെ പുറകെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലക്ഷ്യം പണം മാത്രമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പണം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നല്ല വ്യക്തികൾ ആ ജോലിക്ക് കിട്ടു. ഇപ്പോഴും PSCയിൽ ലിസ്റ്റ് കിട്ടിയിട്ട് ജോലി കിട്ടാണ്ട് നിൽക്കുന്ന ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. കാരണം നമുക്ക് നിയമം പോസിറ്റീവായി കൊണ്ടുപോകുന്ന, എല്ലാവർക്കും വേണ്ടി പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാരെ മാത്രം മതി. തുടക്കത്തിൽ പറഞ്ഞത് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഈ പെർട്ടിക്കുലർ വ്യക്തി വാങ്ങി വീടുണ്ടാക്കാൻ നോക്കുന്ന ഈ സ്ഥലം ഈ പുള്ളീനെ വീട് പോലും ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ടിനി ടോം വാങ്ങിയെടുത്തു എന്നാണ്. ഇതിൽ കൂടെ എനിക്ക് കൺവേ ചെയ്യാനുള്ളൊരു സാധനം, ഒന്ന് മണീൻ്റെ മുകളിൽ ടിനി ടോം കാണിക്കുന്ന ഒരു പവറും, സെക്കൻഡ് തിങ് ഈ മണി കണ്ടുകൊണ്ട് ടിനി ടോമിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാർ. എനിക്കെതിരെ എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുള്ളത് 100%. ഒരു മിനിമം ഭീഷണി എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവുന്നുള്ളത്. സംഭവം ഇൻസിഡന്റിലാണ്, വണ്ടി റേസ് ചെയ്യിച്ചു പോയി. അങ്ങനെ വല്ല ഭീഷണിയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ആദ്യം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്കാരുടെയും എല്ലാവരുടെയും ഫോണിൽ റെക്കോർഡിംഗ് അങ്ങ് ഓൺ ചെയ്യുക, ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കോള് വരുമ്പോൾ ആ റെക്കോർഡിംഗ് അങ്ങ് ഡൗൺലോഡ് ചെയ്യുക, വിത്ത് റെക്കോർഡിംഗ് കേസ് കൊടുക്കുക, വിത്ത് റെക്കോർഡിംഗ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ വന്നിട്ട് സംസാരിക്കുക. അപ്പോൾ ആരാ പറഞ്ഞേ, പിന്നെ അത് കേസ് ഒന്ന് വൈറലാകുമ്പോൾ സൈബർ സെൽ ഇടപെടും, ആരാ എന്താ നോക്കുക, അതിനൊരു തീരുമാനമാക്കാമല്ലോ. ഒരാളൊരു കേസ് പറയുന്നത് ഓപ്പോസിറ്റിൽ ആൾക്ക് പവർ ഉണ്ട് എന്ന് കരുതി ഭീഷണിപ്പെടുത്തി ഇല്ലാണ്ടാക്കാനല്ല, നിയമത്തിൻ്റെ ഇതിലോടുകൂടി അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു, നമ്മൾ തെറി വിളിച്ചു,
അപ്പോൾ ഇത് കഴിഞ്ഞു ഞങ്ങളപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല ഇപ്പോൾ ഇത്ര രാത്രി ആയില്ലേ, എത്ര രാത്രി ആയാലും ഒരു പരാതിക്കാരൻ പരാതി തന്നാൽ അക്നോളജ്മെന്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു കന്നഡ വെച്ചിട്ട് ഒരാളായിരുന്നു, പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ നിങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ തൃശ്ശൂർ പോവാണ്. വണ്ടി ഓടിക്കുന്നത് വ്യക്തിഗതമായ താല്പര്യമാണ്. പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ട് ചുറ്റുമുള്ള സമൂഹത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വണ്ടീൻ്റെ റേസിംഗ് കാരണം ഉണ്ടായ ശബ്ദത്തിൻ്റെയോ എന്തിൻ്റെയോ പുറത്തായിരിക്കും ഈ പെർട്ടിക്കുലർ വ്യക്തി ചോദിച്ചത്. ആ ചോദിച്ചപ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തിനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓൾറെഡി ടിനി ടോമിൻ്റെ ഫാമിലിയും ഈ ഫാമിലിയായിട്ട് സ്ഥലത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലും ഈഗോസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു തവണ റേസ് ചെയ്ത് പോയപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി ഇറങ്ങി ചൂടായതാവാം, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 തവണ അതിൻ്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ചെയ്തതായിരിക്കാം. ഇതിന് രണ്ടിനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ വീഡിയോ പോയിരിക്കുന്നത് ഈ രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ എന്താ സംഭവിച്ചതെന്ന് കാണാത്തിടത്തോളം കാലം ഈ രണ്ട് പെർസ്പെക്റ്റീവും പറയാൻ പറ്റും. ഇനിയാണ് പോലീസുകാരുടെ കളി. ഈ വീഡിയോ വൈറലായി കഴിയുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുള്ളത് 100%. ഒരു മിനിമം ഭീഷണി എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവും എന്നുള്ളത്. സംഭവം ഇൻസിഡൻറ്റ് ഇതാണ്. വണ്ടി റേസ് ചെയ്യിച്ച് പോയി, സൗണ്ട് കുറച്ച് ഓടിക്കാൻ പറഞ്ഞു, നമ്മൾ തെറി വിളിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞു ഞങ്ങളപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല ഇപ്പോൾ ഇത്രയും രാത്രി ആയില്ലേ, എത്ര രാത്രി ആയാലും ഒരു പരാതിക്കാരൻ പരാതി തന്നാൽ അക്നോളജ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു കന്നഡ വെച്ചിട്ട് ഒരാളായിരുന്നു, പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ നിങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ തൃശ്ശൂർ പോവാണ്. ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഭയങ്കര ഹറാസ്മെൻ്റ് ആയിരുന്നു. താനൊരു സിവിലിയനെതിരെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞു താൻ ആരോടോ എന്ന് ചോദിച്ചു. ഞാൻ ആലുവ CI ആണ്. ഞാൻ പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സബോർഡിനേഷനെ കൊണ്ട് വിളിപ്പിക്കലായി. അപ്പോൾ ഈ മറ്റേ അരഗൻസ് മാറ്റിയിട്ട് ഇത് മാറ്റി താഴ്മയിലോട്ട് എത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യ്, ആ പയ്യൻ്റെ ഭാവിയല്ലേ. ഞാൻ പറഞ്ഞു ശരി ആലോചിക്കാം നോക്കട്ടെ. ശബരീഷ് എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു 4 o'clock ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. 5 മണിയായപ്പോൾ പുള്ളി എത്തി. 5 മണിയായപ്പോൾ സിനിമാ നടൻ എത്തി. പട്ടി ഷോ അകത്തേക്ക് കയറിപ്പോയി. CI ആയിട്ട് എന്തോ കോൺവെർസേഷനിലായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു സബോർഡിനേറ്റ്സ് വന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വന്ന് അകത്തേക്ക് വന്ന് ബാ. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ പോലീസിലെടുത്താ, എൽദോനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞ ഇവനെ പോലീസിലെടുത്താ. ഞാനവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെ നടന്ന പോലീസുകാരുടെ കളികളാണ്. ഒരാൾ കേസ് ഫയൽ ചെയ്ത സമയത്ത് രാത്രിയായി കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ കോമൺ സെൻസിൽ ആലോചിക്കുകയാണ്, ഒരാൾ പരാതി കൊടുക്കുമ്പോൾ അത് എടുക്കാൻ പറ്റൂലേ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പോലീസ് വേഷത്തിലിരിക്കുന്നത്? രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം മാത്രമേ പ്രശ്നം ഉണ്ടാവാൻ പറ്റൂ. ഇപ്പോൾ ഒരാൾ രാത്രി കയറി നമ്മളെ കുത്താൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു മോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ എണീച്ച് വന്നിട്ട് പറയണം. ദാറ്റ് ഈസ് ദ പവർ. ടിനി ടോമിൻ്റെ പവർ. കണ്ണടയിട്ട പോലീസുകാരൻ ആരാണെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ആ ഏരിയയിലുള്ള ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഒരു സാധനം, ഫോണിൽ വിളിച്ച് ചൂടായി എന്നുള്ളത്. ചൂടാവാനുള്ള അധികാരം ആർക്കുമില്ല. ഓക്കെ, കാര്യങ്ങൾ മര്യാദയ്ക്ക് ചോദിക്കുക, സംസാരിക്കുക, അവർക്ക് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ ഭാഗത്തിലായിരിക്കും ഈ വിരട്ടലും ഞെട്ടലും. അതിനൊന്നും ആവശ്യമില്ല. ഇന്ന് അങ്ങനത്തെ ഈ വിരട്ടലും ഞെട്ടലും പേടിക്കുന്ന, കാക്കീനെ പേടിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. ഓക്കെ, ഇന്ന് അത്രത്തോളം മാറിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് സംഭവിച്ചതിൻ്റെ കൂടി ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചതും കൂടെ അറിയാം. അപ്പം പുള്ളി തിരിച്ച് ചൂടായതോടുകൂടി മനസ്സിലായി പരിപാടി നടക്കില്ല. അപ്പോൾ പിന്നെ വേറൊരു സബോർഡിനേറ്റിനെ കൊണ്ട് ശാന്തമായി സംസാരിപ്പിച്ചു. എന്നിട്ട് പിന്നെ സ്റ്റേഷനിലോട്ട് വന്ന സമയത്ത് ആദ്യം രാജാവ് കയറി പോകുന്നു, ടിനി ടോം അതാണ് പറയുന്നത്. ടിനി ടോം തിരിച്ച് വന്നിട്ട് ഇയാളെ വിളിക്കുന്നു. പിന്നെ ഇല്ലാത്തൊരു കഞ്ചാവ് കേസ്, അങ്ങനെ സാധനം കൊണ്ട് പോവുകയാണ്. ഇവിടെ പറ്റിക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടിനി ടോമിൻ്റെ റീച്ചിലുപരി പൈസ മാറ്റേഴ്സ് ഇൻ ദിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൈസയും റീച്ചും ഒക്കെ മാറ്റർ ചെയ്തുകൊണ്ട് നിയമത്തിൽ കളിക്കുന്ന ആൾക്കാരെ ഈ സ്ഥാനത്ത് ഇരുത്താണ്ടിരിക്കാൻ വേണ്ട ആക്ഷൻസ് ആ ഏരിയയിലുള്ള ആൾക്കാർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇത് പറയണം തോന്നി. ഇനിയാണ് നമ്മൾ രാഹുൽ ഏട്ടൻ്റെ അടുത്തോട്ട് പോകുന്നത്. അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു, ദുസ്സൂചനയോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടിനി ടോമിനെ എങ്ങനെ അപമാനിക്കാനും അൻസിബയ്ക്ക് കഴിയും? നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഇരട്ടത്താവളാണ് അത് വ്യക്തമാക്കുന്നത്. ടിനി ടോം എന്ന പുരുഷനെ എങ്ങനെ അവഹേളിച്ചാലും അധിക്ഷേപിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ ആയിട്ടൊരു കാര്യം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, എന്നാൽ ഞാൻ വീണ്ടും പറയാണ്. ഞാൻ ഒരു പുരുഷനും എഗെയിൻസ്റ്റ് അല്ല. ഞാനൊരു ഫെമിനിറ്റി കാറ്റഗറിയിലുള്ള ഒരാളല്ല. പുരുഷനും റൈറ്റ് ഉണ്ട്, പുരുഷൻ്റെതായ കമ്മീഷൻ വേണം, പുരുഷൻ തെറ്റ് ചെയ്യാത്തടുത്ത് പുരുഷൻ ഒരാൾ ശിക്ഷിക്കണം, ഇതൊന്നും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല.
പക്ഷേ പുരുഷൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് തോന്നിയെടുത്ത് വായേ തോന്നിയത് വിളിച്ചു പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പം അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി ടിനി ടോമിനെ വിളിച്ച ഒരൊറ്റ വേർഡ്, സാമൂഹിക വിപത്ത് എന്ന് പറയുന്ന ഒറ്റ വേർഡ് എടുത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വരോട് സംസാരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഇവിടെ ഈ അൻസിബേനെ ടിനി ടോം വിളിച്ച വാക്കുകൾ ഒന്നും പറയാത്തത്? എന്തൊക്കെ വാക്കുകൾ ടിനി ടോം വിളിച്ചിട്ടുണ്ട്? മതവുമായി കണക്ട് ചെയ്തിട്ട് അവൾക്ക് വേറെ അവീതമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ സാധനം. ഈ ഒരു വിഷയത്തിൻ്റെ കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത് അൻസിബയുടെ അടുത്ത് മോശമായി ടിനി ടോം സംസാരിച്ചതാണ്. അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനില്ലേ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേസിൻ്റെ ഭാഗമായി പോകുന്ന സമയത്ത് അൻസിബയുടെ വായിൽ നിന്ന് കേട്ട ഈ ഒരൊറ്റ വേർഡ് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അൻസിബ കൊടുത്ത കേസിന് അഗെയിൻസ്റ്റ് ആദ്യം ടിനി ടോമിനെ പിടിച്ച് ഉള്ളിലിടുക. അത് കഴിഞ്ഞതിന് ശേഷം അൻസിബ ടിനി ടോമിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചിടുക. അപ്പോഴാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിയമം സെയിം ആവുക. ഇത് ടിനി ടോമിനെ ശിക്ഷിക്കാത്തിടത്തോളം കാലം അൻസിബ പറഞ്ഞ ഈ വേർഡിലും ശിക്ഷേൻ്റെ ആവശ്യമില്ല ടേട്ടോ. ആലോചിച്ച് നോക്കുക, അമ്മ പോലൊരു ഓർഗനൈസേഷൻ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അമ്മ. അവയിൽ പരസ്പര എതിരഭിപ്രായങ്ങൾ കാണാം, ഗ്രൂപ്പിസം കാണാം, അതൊന്നുമില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ എന്തിനാ ഇത്രമാത്രം ആരാധിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഗ്രൂപ്പിൽ അത്രമാത്രം ആരാധിക്കാനുള്ള ക്വാളിറ്റി കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യം പറഞ്ഞു, ഗ്രൂപ്പിൽ അതിൻ്റെതായ എതിർ അഭിപ്രായം ഉണ്ട്. അത് ഏത് ഗ്രൂപ്പിലാണെങ്കിലും എതിർ അഭിപ്രായങ്ങളുണ്ട്, ഗ്യാങ് ഉണ്ട്. ഓഫ് കോഴ്സ് ഗ്യാങ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നോക്ക്, അൻസിബിയും നീനാകുമാറോ പേര് ഇപ്പോഴും ഞാൻ മറന്നു പോകും, നീനയാണ് ഗ്യാങ്ങെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ശ്വേത, ടിനി ടോം, പിന്നെ നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിനെ കണ്ടില്ല, അവർക്കല്ല, ലക്ഷ്മിപ്രിയ ചേച്ചി, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ ഈശ്വര ഇതിൽ വട്ടം കളിക്കുന്നു, പേര് കിട്ടുന്നില്ല. ഇവർ ഗ്രൂപ്പുകളുണ്ടടാ. ടിനി ടോമിന് വേണ്ടി ഇവരുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുണ്ട്. ടിനി ടോം എന്ന പ്രഗത്ഭനായ കലാകാരനെ മനഃപൂർവ്വം സാമൂഹ്യ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനും അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും അൻസിബ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പല ആൾക്കാരും അതിന് കൈയടിക്കുകയാണ്. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ആക്ടർ, അൻസിബയും ആക്ടറാണ്. ദൃശ്യം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ കൊണ്ട് അൻസിബ എന്ന് പറയുന്ന ആക്ട്രസിനെ ലൈഫ് ലോങ് ആൾക്കാർ ആലോചിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ടിനി ടോമും ആക്ടറാണ്, അൻസിബയും ആക്ട്രസ്സാണ്. ടിനി ടോമിനെ 4 ആൾ അറിയാം, അൻസിബയ്ക്ക് 4 ആൾ അറിയാം. ടിനി ടോം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിൽ കൂടെ അൻസിബേനെയാണ് നാണം കെടുത്തുന്നത്. അതുപോലെ അൻസിബ പറയുന്നതിൽ കൂടെ ടിനി ടോമിന് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. 2 പേർക്കും ഉണ്ട് രാഹുലേട്ടാ. വൈ ആർ യു ഫോക്കസിങ് ഒൺലി ടിനി ടോം? അൻസിബ എന്താണ്, കോക്കനട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണോ? ടോമിനെ സാമൂഹിക വിപത്ത് എന്നാണ് അൻസിബ വിശേഷിപ്പിച്ചത്. അങ്ങനെ തിരിച്ച് ടിനി ടോം വിശേഷിപ്പിച്ചാലോ അൻസിബ ഒരു സാമൂഹിക വിപത്താണെന്ന് അപ്പം ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗതികേടാണിത്. അപ്പൊ ഇത്തരം കാരണം ഈ വിഷയം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മണിക്കൂറുകളോളം അമ്മയിലെ പല ആൾക്കാരോടും സംസാരിച്ചു. എനിക്ക് അതിൻ്റെ ഒരുപാട് തെളിവുകളും അവർ അയച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട്, പ്രമുഖ താരങ്ങളുടെ പരസ്പരമുള്ള സംഭാഷണങ്ങൾ അവർ അയച്ചു തന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലെ എല്ലാ സത്യങ്ങളും പറയുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ രാഹുൽ ഈശ്വറിലോട്ട് കൈമാറ്റം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരെയും വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓഡിയോ കളക്ട് ചെയ്യുന്നു, റെക്കോർഡിംഗ് കളക്ട് ചെയ്യുന്നു, എല്ലാ ഇൻഫോർമേഷനും കിട്ടി, കേസിനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കി. എന്നിട്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ രാഹുലേട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അൻസിബേനെ വിളിച്ച് സംസാരിച്ചോ? നീനേനെ വിളിച്ച് സംസാരിച്ചോ? അൻസിബേൻ്റെ കയ്യിൽ നിന്ന് തെളിവ് കളക്ട് ചെയ്തോ? കാരണം ചേട്ടൻ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഓഡിയോയും അതും ഇതും റെക്കോർഡിങ്ങും ഒക്കെ എടുത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കേസ് വരുന്ന സമയത്ത് നമ്മൾ 2 സൈഡും കേൾക്കണ്ടേ? ഒരു സൈഡ് മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ? എൻ്റെ ഒരു ചോദ്യമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ചേട്ടൻ ഈ തെളിവ് തന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലൊക്കെ തെളിവുണ്ടല്ലോ, ഓഡിയോസ് ഉണ്ടല്ലോ, റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അതുമായിട്ട് നിങ്ങൾ പുറത്തോട്ട് വരൂ, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കൂ, അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പം കേൾക്കുന്ന ഭാഗം, മനസ്സിലാക്കിയ ഭാഗം, അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഭാഗം കൊണ്ട് നമുക്ക് ആരിലാണോ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ ശരിയെന്ന് പറയും. അതായത് റെക്കോർഡിംഗ് ഒന്നും പുറത്തു വിടാൻ വേണ്ടിയിട്ടുണ്ട്. ആൻഡ് അൻസിബേനെ രാഹുലേട്ടൻ വിളിച്ചോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ രാഹുലേട്ടൻ്റെ സൈഡിലാണ് എത്തിയിരിക്കുന്നത്. ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിലോട്ട് ഇറങ്ങി അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുരുഷന് വേണ്ടി ചെയ്യാനുണ്ട്.
ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ വെറുതെ ഇല്ലാത്ത കേസുകൾ വരുന്നതാണെങ്കിലും അതിനൊക്കെ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് കൊണ്ട് വർക്ക് ചെയ്യുക. അന്ന് എന്ന് കരുതി സാഹതോ ഈ പെണ്ണുങ്ങളെ ബസ് തോണ്ടിക്കൊണ്ട് കിടക്കുന്നവന് മാലിടുന്ന പരിപാടിയല്ല. നല്ല കാര്യങ്ങൾക്ക് നടക്കുക. ഇതതിൽ പോട്ടെ. അൻസിബ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ദുസ്സൂചനയോടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അൻസിബ മെസ്സേജ് അയച്ചത് ലക്ഷ്മിപ്രിയ ചേച്ചിക്കാണ്. ഓക്കെ, കാരണം അൻസിബയുടെ പേരെടുത്ത് പറയാൻ വലിയ ത്വരയുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ എന്നും പറഞ്ഞോളൂ. എന്തിനാ വെറുതെ അത് മാത്രം ഹൈഡ് ചെയ്യുന്നത്? ഇനുവെന്റോ പറഞ്ഞ് ചില ഫോട്ടോകളെ കുറിച്ച് ദുസ്സൂചനയോടെ പരാമർശിച്ച് അൻസിബ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു. ആർക്കെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ഇത് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. പാവം ആ സ്ത്രീ, നല്ലൊരു കലാകാരി, ഈ യഥാർത്ഥത്തിൽ ഇരയായത് ആ സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാര്യം അവരാണ് കൂടുതൽ സത്യങ്ങൾ വെളിയിൽ പറയേണ്ടത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അൻസിബയുടെ ഈ ദുസ്സൂചനയോടുള്ള മെസ്സേജ് അവരുടെ കുടുംബക്കാർ കണ്ടപ്പോൾ, ഭർത്താവ് കണ്ടപ്പോൾ അവർക്ക് പ്രശ്നമായി. അവർക്കതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ പോലീസുകാർ അൻസിബയെ വിളിച്ചു. അതിനാണ് അൻസിബയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്, അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അൻസിബ അപ്പോൾ ഈ മെസ്സേജ് അയച്ച ആ സ്ത്രീക്കുണ്ടായ വേദനയോ അവർക്കുണ്ടായ വിഷമമോ അവരുടെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ടോ അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. അൻസിബ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചെങ്കിൽ എന്താണ് മെസ്സേജ്, എന്താണ് കണ്ടന്റ്, ആർക്കാണ് അയച്ചത്, അത് പുറമെ വന്ന് പറയണം. കാരണം 24 മണിക്കൂറും അൻസിബയും ടിനി ടോമും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പോയി സംസാരിക്കുന്ന ആളാണ് ലക്ഷ്മിപ്രിയ. ഈ ലക്ഷ്മിപ്രിയയ്ക്ക് എഗെയിൻസ്റ്റാണ് ഈ മെസ്സേജും കാര്യങ്ങളും വന്നത്. അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് തുറന്നു പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താണ് തുറന്നു പറയാൻ ഇത്ര മടി? പണ്ടത്തെ വല്ല പൈസയുടെ ഇടപാടിൻ്റെ കാര്യമാണോ? അറിയില്ലേ. അങ്ങനൊരു അഭ്യൂഹം അല്ലെങ്കിൽ റൂമർ ഈ സൊസൈറ്റി കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി എന്നെ അതിൻ്റെ പേരിൽ പൊങ്കാല ഇടാൻ വരണ്ട. ആൻഡ് ഇവിടെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരെല്ലാം പാവങ്ങൾ. പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെല്ലാം ദുഷ്ടന്മാർ. പിന്നെ അൻസിബ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചെങ്കിൽ മെസ്സേജ് അയക്കാനുള്ള ഒരു സാഹചര്യം, സിറ്റുവേഷൻ ഉണ്ടാവും. ആ സാഹചര്യവും സിറ്റുവേഷനും അനുഭവിച്ച അൻസിബ ക്രൂരി, മെസ്സേജ് അയച്ച് ഇവർ പാവം. ഇതെന്താണ്? നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ രാഹുൽ ഈശ്വർ, ഒരു കുഴപ്പമില്ല. രാഹുൽ ഈശ്വറിന് ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം സപ്പോർട്ട് ചെയ്തോളൂ. അത് ന്യായം, നീതി, അതൊക്കെ കേൾക്കുമ്പോഴാണ് പ്രശ്നം. ചിലപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ പല ഗുണങ്ങൾ ഉണ്ടാവാം. എന്നാലും ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി മറ്റേ ആൾ താറടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അൻസിബയുടെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കരുതി ലക്ഷ്മിപ്രിയ അൻസിബ പാവം, അൻസിബ കരയുന്നു, അൻസിബയാണ് എല്ലാം, ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ സൈഡ് പറയുന്നു പോന്നു. പക്ഷെ ഇവിടെ ടിനി ടോം പാവം സാമൂഹികമായി തകർക്കുന്നു, ഇല്ലാണ്ടാക്കുന്നു. ആ കുട്ടി പാവം, അവളുടെ ജീവിതം എന്ത് സ്ട്രാറ്റജിയാണ് ഇതിൽ, കാരണം സ്ട്രാറ്റജി ഒരു വിഷയമായിരുന്നു ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും ടിനി ടോമിനെ കുറ്റം പറയാനോ ലക്ഷ്മിപ്രിയനെ കുറ്റം പറയാനോ വേണ്ടിയിട്ടല്ല ഈ ഒരു സാധനം ചെയ്യുന്നത്. ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ആരെ വേണേൽ സപ്പോർട്ട് ചെയ്തോളൂ. ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഒരുമാതിരി ഒന്നും അല്ലാണ്ടാക്കി തീരുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ആ ഒരു സ്ട്രാറ്റജിയാണ് ചേട്ടൻ എപ്പോഴും ഉള്ളത്. അത് കാണുമ്പോഴാണ് നമുക്ക് അതിനോട് ഒരു അഗെയിൻസ്റ്റ്. ഒരുപാട് കാര്യങ്ങളാണ് ഇതിനിടയ്ക്ക് മതവും ജാതിയും എല്ലാം കുത്തിക്കയറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അൻസിബയെ ഏതെങ്കിലും രീതിയിൽ അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചതിന് എന്താ തെളിവുള്ളത്? ആ തെളിവുണ്ടെന്ന് പറയുന്നത് അൻസിബയുടെ തന്നെ ഗ്രൂപ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രമുഖയായ നടി, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഒരു TV ഷോയിലുണ്ട്. അൻസിബയെ സാമൂഹ്യ ഇപ്പോൾ ഇതിൽ 2 സാധനമാണ് എനിക്ക് പറയാനുള്ളത്. അൻസിബേനെ ഇങ്ങനെ വിളിച്ചു എന്നതിന് തെളിവ് എന്താണ്? അൻസിബയുടെ തെളിവ് അൻസിബ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വറിൻ്റെ മുമ്പിൽ പോയി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രാഹുൽ ഈശ്വറിൻ്റെ മുമ്പിൽ പോയി സബ്മിറ്റ് ചെയ്യുന്നത് ടിനി ടോമിൻ്റെ ഗ്യാങ് ആണ്. ആ ഗ്യാങ് സബ്മിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ടിനി ടോമിന് വേണ്ടി സംസാരിക്കാൻ ശ്വേത അല്ലെങ്കിൽ ഈ ലക്ഷ്മിപ്രിയ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് സപ്പോർട്ട്, നീതിക്ക് വേണ്ടി നിൽക്കുന്നു. അൻസിബയ്ക്ക് വേണ്ടി നീന വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാങ്. ഇതെന്ത് സ്റ്റാൻഡാണ്? എന്ത് കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ്? ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത് ഈ കുറച്ച് സാധനങ്ങൾ നിങ്ങളോട് എത്തിക്കാനാണ്. എനിക്ക് എത്ര പേര് എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്ന 10 ആളാണെങ്കിലും ഈ 10 ആളോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം കാണുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ ഈ വീഡിയോ ഒന്ന് കാണട്ടെ, എന്നിട്ട് അവരവരുടെ അഭിപ്രായം ഒന്ന് പറയട്ടെ. ഇതൊരിക്കലും ടിനി ടോം തെറ്റുകാരനാണെന്നോ അൻസിബ തെറ്റുകാരി അല്ല എന്നോ, അല്ലെങ്കിൽ അൻസിബ തെറ്റുകാരിയാണെന്നോ ടിനി ടോം തെറ്റുകാരിയാണെന്നോ അല്ല. വെറുതെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇല്ലാത്ത പരിപാടി ചെയ്യുന്നതിനുള്ള ഒരു പ്രതിഷേധം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റേർഡ്.